ഹലോ, ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ഇന്നലെ പാകിസ്ഥാനും ബംഗ്ലാദേശും അവരുടെ വൺ ഡേ ഇന്റർനാഷണൽ സീരീസിലെ രണ്ടാമത്തെ മാച്ച് മഴ കാരണം ഡിസ്റ്റർബായി. അതായത് ഷെരി ബംഗ്ലാ നാഷണൽ സ്റ്റേഡിയം ധാക്കയിലായിരുന്നു കളി. മഴ കാരണം ഡിസ്റ്റർബായി. ഡക്വർത്ത് ലൂയിസിൽ പാകിസ്ഥാൻ ഹാസ് വൺ ഫോർ 128 റൺസ് ഇൻ ദ മാച്ച്. നിങ്ങൾ നോക്കൂ, ബാറ്റിംഗ് ഫസ്റ്റ് പാകിസ്ഥാൻ സ്കോർഡ് 274 റൺസ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു യങ് ടാലന്റ് ഫ്രം പെഷാവർ, നാ സദാഖത്ത്, 20 year old. അയാളുടെ ഇന്നിങ്സ് സൂപ്പർബ് ഇന്നിങ്സ്, 6 4s 5 6s ക്ലാസിക് ഇന്നിങ്സ് ആയിരുന്നു. സൂപ്പർബ് ഇന്നിങ്സ് നാ സദാഖത്ത്, ആൻഡ് ഹി ടുക്ക് 3 wickets ഓൾസോ. സോ അയാളാണ് ശരിക്കും പറഞ്ഞാൽ 274 അടിക്കാൻ ഒരു സ്റ്റാൻഡ് പാകിസ്ഥാന് കൊടുത്തത്. ആകെ കളിച്ചത് നാസദാഖത്ത്, സൈസദ ഫർഹാൻ, ദെൻ റിസ്വാൻ ആൻഡ് ദിസ് വൺ സൽമാൻ അലി ആഗ. ബട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ സൽമാൻ അലി ആഗയുടെ ഔട്ടാണ്. ഒരു റൺഔട്ട്, ഇതുപോലെ ഒരു നാണം കെട്ട ഒരു ഔട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്നേ പറയുള്ളൂ. ബോള് മറ്റേ നോൺ സ്ട്രൈക്ക് റെൻഡിലേക്ക് വരുന്ന ബോൾ എടുത്ത് ബൗളർക്ക് കൊടുക്കാൻ നോക്കുന്നു, ബൗളർ എടുത്ത് സ്റ്റംപ് തെറിപ്പിക്കുന്നു. ഇതിലും വലിയൊരു നാണക്കേട് വേറുണ്ടോ? എന്നിട്ട് അത് കണ്ടിട്ട് ഹെൽമെറ്റും ഗ്ലൗസും കൂടി എറിയുന്നു സൽമാൻ അലി ആഗ. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. എന്നിട്ടാണ് ഈ അവസ്ഥ. 274 ചേസ് ചെയ്തിട്ടുള്ള ബംഗ്ലാദേശിനാവട്ടെ 114 റൺസ് എടുക്കാൻ പറ്റിയുള്ളൂ. അതിലും വേറെ ഇൻട്രസ്റ്റിംഗ്, ഫസ്റ്റ് മാച്ചിൽ പാകിസ്ഥാൻ ഔട്ട് ഫോർ 140, ഈ മാച്ചിൽ ഈ ബംഗ്ലാദേശ് ഔട്ട് ഫോർ 140. ഞാൻ ഇപ്പൊ എന്താ സംഭവിച്ചത്, 3 match സീരീസ് 1-1 ആയിട്ട് ഇപ്പോൾ ലെവലായിട്ട് നിൽക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് മോഡ് ആക്ച്വലി. 1 match ടു പ്ലേ. നാളെയാണ് മൂന്നാമത്തെ കളി നടക്കുന്നത്, അതും ഷെരി ബംഗ്ലാ നാഷണൽ സ്റ്റേഡിയം ധാക്കയിൽ വെച്ചിട്ടാണ്. പാകിസ്ഥാനാണോ സീരീസ് ജയിക്കുക, ബംഗ്ലാദേശാണോ സീരീസ് ജയിക്കുക എന്നറിയില്ല. എന്തായാലും ഇതിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിസ് ആയിട്ട് ഞാൻ മൺഡേ വരാം. ടിൽ ദെൻ ബൈ.